കണക്ഷൻ കൊടുത്തിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ഈ LED വാളിൻ്റെ സ്വിച്ച് വെക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻഡിൽ കൈ തൊട്ടുമ്പോഴാണ് ലിജു ഷോക്ക് ഏൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അവിടെ എന്തുകൊണ്ട് വയലിൽ പോയി എന്നുള്ളത്, വയലിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലിജുവേട്ടൻ വർക്ക് എടുക്കില്ലായിരുന്നു. അവിടുത്തെ കണ്ടീഷൻ ഇതാണെന്ന് അറിഞ്ഞെങ്കിൽ എടുക്കില്ലായിരുന്നു. ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തു. നമ്മൾ സാധനം കൊണ്ട് ഇറക്കുന്ന സമയത്താണ് ഇത്രയും ഡേഞ്ചറായിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നത്. വരുമെന്ന് മാത്രമല്ല, അത് ട്രാഫിക്കിൽ കുഴഞ്ഞു കിടക്കുകയാണ്, ഗതാഗത കുരുക്കിലാണ് എന്ന് പറഞ്ഞ് മരണം മറച്ചു വെച്ച് സദസ്സിനെ കബളിപ്പിക്കുകയും കൂടെ ചെയ്തു. ഇതിൽ നമുക്ക് തന്നെ ഒത്തിരി ബാധ്യതകളുണ്ട്. എടുത്തിട്ട് അത് ഒറ്റ വരുമാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. നമസ്കാരം. നഗരൂർ ഊന്നുങ്കലിൽ വേടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് LED വാളൊക്കെ സജ്ജീകരിച്ച ലിജു എന്ന ചെറുപ്പക്കാരൻ അവിടെ വച്ച് ഷോക്കേറ്റ് മരിക്കുകയുണ്ടായി. തുടർന്ന് അവിടെ ആ പരിപാടി വേടൻ ഉപേക്ഷിച്ചു. പോലീസിന് നേരെ ആക്രമണമുണ്ടായി. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ആദ്യമായിട്ട് ഇതൊരു ഏതൊരു സുരക്ഷാ മാനദണ്ഡവും സ്വീകരിക്കാതെ ഈ ഒരു പരിപാടി അവതരിപ്പിച്ചതിനെതിരെ ആദ്യമായിട്ട് വാർത്ത ചെയ്തത് ഞങ്ങൾ വിസ്മയ ന്യൂസാണ്. ആ സമയത്ത് വ്യക്തമായി സ്പഷ്ടമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വെള്ളം കെട്ടി നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വയറും വൈദ്യുതിയും വലിച്ചിട്ട് 1.5 ലക്ഷത്തോളം ആൾക്കാരെയും വിളിച്ച് കയറ്റിയിട്ട് ഒരു പക്ഷേ ആ പരിപാടി നടന്നിരുന്നുവെങ്കിൽ മരണം ഒന്നായിരിക്കില്ല, ഒരുപാട് മരണം നടന്നേനെ. വേടൻ്റെ സമയോചിതമായ ഒരു പ്രവൃത്തി മൂലമാണ് ഒരു പക്ഷേ മരണങ്ങളുടെ എണ്ണം കുറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരിച്ച ലിജുവിൻ്റെ വീട്ടിലാണ്. ലിജുവിൻ്റെ മരണം സംഭവിച്ചത് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു സുരക്ഷിതയും ഇല്ലാത്ത രീതിയിലാണ് ആ പരിപാടി അവിടെ ഒരുക്കിയത്. കാരണം ആയിരക്കണക്കായിട്ടുള്ള ജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു വേദി കണ്ടാൽ നമുക്ക് ഒരിക്കലും 1 ലക്ഷം ആൾക്കാരെ വന്നത്. കാരണം അപ്പോൾ അങ്ങനത്തെയും വേദി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല, നിൽക്കാനോ ഇരിക്കാനോ പറ്റിയ സ്ഥലമല്ല. ചേട്ടാ, ഞങ്ങൾ പോയി കണ്ട കാഴ്ച ഞാൻ പറഞ്ഞുതരാം. ഒരു 10-500 ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. ആ ഒരു നിലമെന്ന് പറഞ്ഞാൽ ചവിട്ടിക്കുഴച്ച് ഇനിയിപ്പോൾ കുറച്ച് വിത്ത് വിതറിയാൽ മാത്രം മതി. ആ വിഷ്വൽസ് ഞാൻ കണ്ടു. കാരണം മുട്ടറ്റം ചെളിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ചെളി ഇങ്ങനെ വലിച്ചെടുത്ത് ഈ ചെളി ഉരുട്ടിയാണ് അവർ എറിയുന്നത്. പക്ഷെ ആ പ്രോഗ്രാം മാറ്റി വെച്ചാൽ ഇല്ലെങ്കിൽ 100 കണക്കിന് പേരോട് മരണം, ഒരുപാട് മരിച്ചു. അത് കാരണം ഈ ഒരു മരണമല്ല, ആ വേടന്റെ അതെ ഈ ഇങ്ങനെ ഒരു ആ ടെക്നീഷ്യൻ മരിച്ച ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനോവിഷമം വലുതായിരുന്നു. കാരണം അപ്പോൾ തന്നെ പക്ഷേ അതിന് ശേഷം സംഘാടകർ അത് ആനന്ദിക്കുകയായിരുന്നു. കാരണം ഒരു ടെക്നീഷ്യൻ ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവർ 10:30 മണി വരെ പ്രോഗ്രാം നടത്തിയവിടെ. അവരാട്ടും പാട്ടും കളിയും ചിരിയുമായിട്ട് ഒരു മരണവേദിയിൽ ചെയ്ത പണിയാണ് അവർ. പക്ഷെ അങ്ങനെ ആളുടെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടെ ചെയ്തു. ആളുടെ തെറ്റിദ്ധരിപ്പിക്കുകയും വേടൻ വരുമെന്ന് മാത്രമല്ല, അത് ട്രാഫിക്കിൽ കുഴഞ്ഞു കിടക്കുകയാണ്, ഗതാഗത കുരുക്കിലാണ് എന്ന് പറഞ്ഞ് മരണം മറച്ചു വെച്ച് സദസ്സിനെ കബളിപ്പിക്കുകയും കൂടെ ചെയ്തു. അത് യഥാർത്ഥത്തിൽ വലിയൊരു വിഷയം. അല്ലെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞ ആളുകൾ അത് മനസ്സിലാക്കി ആ ദുഃഖത്തോടുകൂടി ആളുകൾ പിരിഞ്ഞു പോകാനായിരുന്നു. പക്ഷേ ഇവർ 10:30 മണി വരെ ആ പ്രോഗ്രാം നടത്തിയെന്ന് പറയുന്നത് ആ കാണിച്ച ഒരു സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത ഒരു മൃഗത്തിന് തുല്യമായ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് അവർ. അത് മാത്രമല്ല, കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് 4-5 പേര് ഇവിടെ വന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നതിന് ശേഷമാണ്. അപ്പം അത് തന്നെ ഏറ്റവും വലിയ കൊടും ചതിയായിരുന്നു അവർ കാണിച്ചത്. ഇങ്ങനെ ഒരിക്കലും ഒരു നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു അനുഭവമാണ് അതിനകത്ത്. മാത്രമല്ല, ഇത്തരം തിരക്കേറിയ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല, ഒരു സുരക്ഷിതയില്ല. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് മാറിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ലിജിയുടെ അവിടെ നിൽക്കുമായിരുന്നു. ലിജിയുടെ എന്നിട്ട് ഞാൻ അപ്പുറത്തും സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലിജിയുടെ അപ്പുറത്തും സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഫോണിൽ വിളിച്ചായിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത ദൂരമല്ല ഞങ്ങൾ തങ്ങളുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ലിജിയുടെ കേബിളുകൾ, ഇപ്പുറത്തേക്കുള്ള കേബിൾ ഞങ്ങൾക്ക് എത്തിക്കുക. അപ്പോൾ ഒരു പയ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ലിജിയുടെ നേരെ ലൈൻ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. കൊടുത്തിട്ട് തിരിച്ച് വരുന്ന സമയം പിന്നെ ഞാൻ കേബിൾ വാച്ച് ചെയ്യുന്നതിൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി. പിന്നെ അങ്ങോട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ തിരിച്ചെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത് അന്നെ ഷോക്ക് അടിച്ച് കൊണ്ടുപോയെന്ന്. ഞാൻ കണ്ടു ആ പാടത്തിൻ്റെ വലിപ്പം അത്രയും ഉണ്ട്. കാരണം അത് മാത്രമല്ല ചേട്ടാ, എങ്ങനെയായിട്ടാ അവിടെ ഒരു അത്രയും വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് ഒരു പെർമിഷൻ കിട്ടുന്നത്?
എന്തെങ്കിലും പറയാറിരുന്നില്ലേ ഇവിടെ നമുക്ക് വലിക്കാൻ പറ്റില്ലെന്ന്, വലിക്കാൻ പറ്റില്ലെന്ന്? അതല്ല, ഈ വയലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലിജുവേട്ടൻ ചോദിച്ചാണ്, ചേട്ടാ അത് വയലല്ലേ എന്ന് ചോദിച്ചായിരുന്നു. ലിജുവേട്ടൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണല്ലേ രജു ഇതെല്ലാം വാങ്ങിച്ചത്, LED വാളും ഒക്കെ ലോൺ ഉണ്ടായിരുന്നു. ലോൺ എടുത്താണ് ഈ വലിയ വീഡിയോ വാൾ വാങ്ങിയതാണ്. ലോണ് മാത്രമല്ല, അതിന് കൂടെ സ്വർണ്ണങ്ങളും എല്ലാം പണയം വെച്ച്, അതായത് ആളിൻ്റെ എന്തൊക്കെ കയ്യിലുണ്ടായിരുന്നോ അതെല്ലാം ലോണും പണയമാക്കിയിട്ടാണ് ആളിത് തുടങ്ങിയിട്ട് ഇപ്പം ഒരു 6-7 മാസം, സ്ക്രീൻ വാങ്ങിച്ചിട്ട് 6-8 മാസം ആവത്തേ ഉള്ളൂ. അതിൽ ഉത്സവ സീസൺ തുടങ്ങിയപ്പം ഇങ്ങനെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അവിടെ എന്തുകൊണ്ട് വയലിൽ പോയി എന്നുള്ളത്, വയലിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ലിജുവേട്ടൻ വർക്ക് എടുക്കില്ലായിരുന്നു. അവിടുത്തെ കണ്ടീഷൻ ഇതാണെന്ന് അറിഞ്ഞെങ്കിൽ എടുക്കില്ലായിരുന്നു. ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തു. നമ്മൾ സാധനം കൊണ്ട് ഇറക്കുന്ന സമയത്താണ് ഇത്രയും ഡേഞ്ചറായിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നത്. നമുക്ക് കമ്മിറ്റ് ചെയ്തത് പിന്നെ പെട്ടെന്ന് ഒഴിയാനും പറ്റിയില്ല, ആണ് ഉണ്ടായത്. ഒരുപക്ഷെ ഈ വാർത്ത ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വാർത്ത ആദ്യമായി പുറത്ത് കൊണ്ടുവന്നത് ഞങ്ങൾ വിസ്മയ ന്യൂസ് ടീമാണ്. കാരണം അവിടെ പോയി കണ്ടപ്പോഴത്തേക്കാണ് അതിൻ്റെ സീരിയസ് ഒരു ഗൗരവതരമായ ഒരു കുറ്റകൃത്യം അതിൻ്റെ പിറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അത്രയും നനഞ്ഞ് കുതിർന്ന് എന്താ പറയുക, ഇനിയിപ്പോൾ കുറച്ച് വിത്ത് കൊണ്ടിട്ടാൽ മതി, അവിടെ പിന്നെ കിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ രീതിയിലുള്ള വിഷ്വൽസ് എല്ലാം ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമൂലം അനാഥമായതൊരു കുടുംബമാണ്, കടക്കണിയിലാവുന്ന ഒരു കുടുംബമാണ്. അത്രയും ലോൺ എടുത്ത ഒരു ചെറുപ്പക്കാരന് തന്നെ ജീവിതം കരുപിടിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ലിജുവിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, സംസാരിക്കാൻ പറ്റുമോ അമ്മ? ആരൊക്കെ? മാഡം, ഞങ്ങളാണ് ആദ്യമായിട്ട് ഈ ഒരു വാർത്ത, സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്തായിരുന്നു പരിപാടി എന്നുള്ള വാർത്ത ഞങ്ങൾ പുറത്തുണ്ടാകുന്നത്. സങ്കടമുണ്ട് വന്ന് സംസാരിക്കാനൊക്കെ. അനാഥമായതൊരു കുടുംബമാണ്, ഇത്രയും കടക്കണിയിലൊക്കെ ഉണ്ട്. മാഡത്തിന് എന്താ പറയാനുള്ളത്? ചേട്ടൻ എന്നും വർക്കിന് പോകുന്ന പോലെ പോയത് തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് തന്നെ ഒത്തിരി ബാധ്യതകളുണ്ട്. എടുത്തിട്ട് അത് ഒറ്റ വരുമാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഇവരെ അച്ഛനുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയാന്ന് എന്തായാലും ആരെങ്കിലും സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയ ആൾക്കാർ ആരെങ്കിലും ബന്ധപ്പെട്ട ഇതുവരെ ആരും വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇന്നലെ വന്നുമില്ലേ, ഇന്നലെയാണ് വന്നത് വൈകുന്നേരം. അതുവരെ അവരൊന്നും വിളിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. അതിലൊക്കെ വലിയ വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പറ്റിയൊരു നഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലേറെയാണ്. എനിക്കൊരു മോളുണ്ട്, മോളിപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ബാധ്യത ഉണ്ടല്ലേ ഇതൊക്കെ? 10-30 ലക്ഷത്തിലധികം ബാധ്യതയുണ്ട്. സ്വർണ്ണമൊക്കെ കൊടുത്തും പണയം വെച്ചുമൊക്കെ ഏട്ടനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് നമുക്ക് ഒറ്റയടിക്ക് നഷ്ടം വന്നു. കുടുംബത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വരുമാനം ആയിരുന്നു. ഇനി നമുക്ക് അതില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കുറച്ച് പേരുടെ വാശി മൂലം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് തന്നെ പരിപാടി നടത്തണമെന്ന വാശി മൂലം നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിൻ്റെ നാഥനെയാണ്. 30 ലക്ഷത്തോളം രൂപ കടക്കണിയിലുള്ള ഒരു കുടുംബം കൂടിയാണ്. ഇന്നലെ വൈകുന്നേരം കണ്ടേ അവർ വന്ന് സംസാരിച്ചിട്ട് പോയെന്ന് പറയുന്നു. പക്ഷേ ഒരു ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനമൊക്കെ, ഒരു എമൗണ്ടൊക്കെ കൊടുത്തിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഒരു പത്രക്കാരെയൊക്കെ വിളിച്ചത്. അതിനാണ് ഞങ്ങളൊക്കെ വന്നത്. കാരണം എനിക്ക് ഈ വീട്ടിലേക്ക് വരാനൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു. കാരണം ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ പോയിട്ട് എങ്ങനെ എടുക്കും. പക്ഷേ ഇവർ തന്നെയാണ് ഞങ്ങളെ വിളിച്ചത്. പത്രക്കാരൊക്കെ രാവിലെയും വന്നിരുന്നു. ഞങ്ങളിപ്പോൾ എത്തി. എങ്ങനെ വന്നത്? കറണ്ട് വന്നത്? വൈദ്യുതി കൊടുത്തിരിക്കുന്ന ജനറേറ്ററിൽ നിന്ന് നേരെ വയർ കൊടുത്തേക്കുന്നത് ഈ ചെളിയിൽ കൂടെ വന്നിട്ട് ഈ സ്കഫോൾഡിങ് ഇട്ടിരുന്നു. ആ സ്കഫോൾഡിങ്ങിലാണ് ഇതുകൊണ്ട് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഈ സ്കഫോൾഡിങ്ങിൽ ലിജുവിൻ്റെ കൈ തട്ടുമ്പോഴാണ് ഇത് ഷോക്കേക്കുന്നത്. LED വാൾ സെറ്റ് ചെയ്തിട്ട് ടെക്നീഷ്യൻസ് ഒരു സൈഡ് തീർന്ന് ടെക്നീഷ്യൻസ് അപ്പുറത്ത് പോവുകയും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജനറേറ്ററിൻ്റെ അവിടെ ചെന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ലിജു പറയുകയും ലിജു അവിടെ പോയി കണക്ഷൻ കൊടുത്തിട്ട് തിരിച്ചു വന്ന് ഈ LED വാളിൻ്റെ സ്വിച്ച് വെക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് സ്റ്റാൻഡ് കൈ തൊട്ടുമ്പോഴാണ് ലിജു ഷോക്കേക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഉള്ള അടുത്തുള്ള KSEBിയിലെ കണ്ടൊരു ഉദ്യോഗസ്ഥൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ പുള്ളി പോയി ഇത് ഇന്ന് വിച്ഛേദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ ഒരു പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ പോലും അവിടെ ഒരു മെഡിക്കൽ ടീമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി ഞങ്ങൾ ദൃശ്യങ്ങളെല്ലാം കാണിച്ചതാണ്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, വെള്ളം കെട്ടി നിൽക്കുന്നൊരു പാടം. ഈ പാടത്ത് ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ അനുവാദം കൊടുത്ത പഞ്ചായത്ത് അധികൃതർ വേണം ആദ്യം കുറ്റപ്പെടുത്താൻ. കാരണം ഒരു കൂട്ടം ആൾക്കാർക്ക് സ്വന്തം നാട്ടിൽ ഒരു വില ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം,
അത് ഒരാളുടെ മരണത്തിൽ കലാശിച്ച് ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പരിപാടി നടന്നിരുന്നുവെങ്കിൽ മരണം ഒന്നായിരിക്കില്ലായിരുന്നു, ഒരുപാട് മരണം സംഭവിച്ചേനെ.